എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും നമസ്കാരം. PK ലേണിംഗ്സിന്റെ ഓൺലൈൻ സെക്ഷനിലേക്ക് എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഡ്രൈവിംഗ് സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഇനി വരാൻ പോകുന്ന എക്സൈസ് ഡ്രൈവർ, അതുപോലെ ഫോറസ്റ്റ്, അതുപോലെ ഫയർ, പോലീസ് ഡ്രൈവർ തുടങ്ങിയ നോട്ടിഫിക്കേഷനുകളിൽ അല്ലെങ്കിൽ തസ്തികകളിൽ വരാൻ സാധ്യതയുള്ള ഡ്രൈവിംഗ് സൈഡിലെ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടാണ്. അതായത് PSC നമുക്ക് വേണ്ടി 30 മാർക്കിന്റെ ഒരു സിലബസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, നൽകിയിട്ടുള്ളത്. അതിൽ ഓരോ മൊഡ്യൂളിലും 5 മാർക്ക് വീതമാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ മൊഡ്യൂൾ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ മൊഡ്യൂളിന് എത്ര മാർക്കാണ് എന്ന് ചോദിച്ചാൽ അത് 5 മാർക്കാണ്. ഈ ടോട്ടൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം കൂടി ചേർന്നിട്ട് 5 മാർക്കാണുള്ളത്. ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് റെഗുലേഷൻസ് ആണ് അതിനകത്ത് പറയാനുള്ളത്. അതായത് മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 എന്ത് ചെയ്തിരുന്നു, അമെൻഡ് ചെയ്തിരുന്നു. ഈ അമെൻമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്തതെന്നുള്ളത് നമുക്ക് പഠിക്കാനുള്ളത്. ഈ അമെൻമെന്റ് വീണ്ടും ചെയ്തിട്ടുണ്ട് 1988. അത് 2019 എന്ത് ചെയ്തിട്ടുണ്ട്, അമെൻമെന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അമെൻമെന്റിനകത്ത് വരുന്ന മോട്ടോർ വെഹിക്കിൾ ആക്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ സിലബസിനകത്ത് പറയാനുള്ളത്. അത് ഓരോ മൊഡ്യൂൾ മുഴുവനായും 6 മൊഡ്യൂളുണ്ട്. ഇതിൽ ഒന്നാമത്തെ മൊഡ്യൂളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒന്നാമത്തെ മൊഡ്യൂളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. നോക്കൂ, ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് റെഗുലേഷൻസ്, അതുപോലെ തന്നെ ആ റെഗുലേഷനകത്ത് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ ചാപ്റ്റർ 1, ചാപ്റ്റർ 2 സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ, അതുപോലെ തന്നെ കേരള മോട്ടോർ വെഹിക്കിൾ റൂൾ ആക്ട് 1989 തുടങ്ങിയ ആ ഒരു സെക്ഷൻ അകത്ത് വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ 5 മാർക്കിനകത്തുള്ളത്. ഒന്ന്, ടെസ്റ്റിംഗ് ഓഫ് നോളജ് ഓൺ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 CMVR റൂൾ 1989, 1989 തന്നെ CMVR റൂൾ 1989, കേരള മോട്ടോർ വെഹിക്കിൾ റൂൾ 1989 ബന്ധപ്പെട്ട ഡെഫിനിഷൻസ് ആണ് പറയാനുള്ളത്. ഈ ഡെഫിനിഷൻസിന് എത്രയാണെന്ന് ചോദിച്ചാൽ 1 മാർക്കാണ് പറയാനുള്ളത്. അതിനകത്ത് ആർട്ടിക്കുലേറ്റഡ് വാഹനങ്ങൾ എന്താണ്, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്താണ്, അതുപോലെ ഗോൾഡൻ അവർ എന്താണ്, പബ്ലിക് പ്ലേസ്, ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്, ഹെവി ഗുഡ്സ് ആൻഡ് പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ തുടങ്ങിയവയുടെ ഡെഫിനിഷൻസിനെ പറ്റിയാണ് ആദ്യം പറയാനുള്ളത്. അതായത് 5 മാർക്കിന്റെ ആദ്യത്തെ മൊഡ്യൂളിൽ 1 മാർക്കിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ CMVR റൂളിലും അതുപോലെ തന്നെ കേരള മോട്ടോർ വെഹിക്കിൾ റൂളിലും എന്തിനെ പറ്റി പറയുന്നുണ്ട്, ഡെഫിനിഷൻസിനെ അല്ലെങ്കിൽ നിർവചനങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഓരോന്നിന്റെയും നിർവചനങ്ങളെ പറ്റിയാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഇത് എത്ര മാർക്കാണ് എന്ന് ചോദിച്ചാൽ 1 മാർക്കാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അടുത്ത പറയാനുള്ളത് ഒന്നാമത്തെ മൊഡ്യൂളിൽ തന്നെ എന്തിനെ പറ്റിയാ, ഈ CMVR റൂളിനകത്ത് കുറച്ച് മോട്ടോർ വാഹനങ്ങളുടെ കാറ്റഗറി അല്ലെങ്കിൽ വിഭാഗം തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? MNT ടൈപ്സ് വാഹനങ്ങളുടെ വിഭാഗം അല്ലെങ്കിൽ ഈ വിഭാഗം, ഈ കാറ്റഗറി M കാറ്റഗറി അല്ലെങ്കിൽ N കാറ്റഗറി അല്ലെങ്കിൽ T കാറ്റഗറി വാഹനങ്ങൾ എന്താണ് എന്നുള്ള കാര്യം അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്നുള്ളതാണ് രണ്ടാമതായി പറയാനുള്ളത്. അതിനും 1 മാർക്കാണ്. അതായത് ഒരു മൊഡ്യൂളിൽ 5 മാർക്കാണ് അവർ പറയുന്നത്. ആ 5 മാർക്കിൽ 2 മാർക്കിന്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞിരുന്നു. ആദ്യം പറഞ്ഞത് ഈ പറഞ്ഞിരിക്കുന്ന CMVR റൂളിലും കേരള മോട്ടോർ വെഹിക്കിൾ റൂളിലും ഓരോരോ കാര്യങ്ങളെ പറ്റിയുള്ള നമ്മുടെ അറിവ് അല്ലെങ്കിൽ ആ നിർവചനം മനസ്സിലാക്കുക. 2 ഓരോ തരത്തിലുള്ള വാഹനം അല്ലെങ്കിൽ ഓരോ കാറ്റഗറിയിലുള്ള വാഹനങ്ങളെ പറ്റി പറയുന്നു. അതുപോലെ തന്നെ അടുത്ത പറയാനായിട്ടുള്ളത് മൊഡ്യൂൾ 1 മൂന്നാമത്തെ സെക്ഷനായിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 കുറച്ച് സെക്ഷൻസ് തന്നിട്ടുണ്ട് 3 മുതൽ 23 വരെ. അതായത് ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ 3 മുതൽ 23 വരെ പറയുന്നത്. അതായത് ഒരു മോട്ടോർ വാഹനം ഓടിക്കുന്നതിനുള്ള ഡ്രൈവറിന്റെ ലൈസൻസും ആ ലൈസൻസിന്റെ നിയന്ത്രണം അല്ലെങ്കിൽ എന്താണ് ലൈസൻസ്, ആ ലൈസൻസുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഈ സെക്ഷൻ 3 മുതൽ 23 വരെ പറയുന്നുണ്ട്. ഈ 3 മുതൽ 23 വരെയുള്ള മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 സെക്ഷൻസിന്റെ മാർക്ക് എത്രയാണ് എന്ന് ചോദിച്ചാൽ 1 മാർക്കാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ അടുത്ത പറയാനുള്ളത് ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ 1989 അല്ലെങ്കിൽ CMVR 1989
പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഈ CMVR റൂളിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് ചോദിച്ചാൽ അത് 3 മുതൽ 32 വരെയുള്ള കാര്യങ്ങളാണ്. അതായത് 3 എന്ന് പറയുന്നത് ജനറൽ ആണ്. ആ ജനറൽ മുതൽ 32, അതായത് നമ്മുടെ ഈ പെനാൽറ്റീസ് അല്ലെങ്കിൽ ഫീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് വരുന്നത്. അത് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ 1989 ബന്ധപ്പെട്ടാണ്. ഇനി ഇതേപോലെ തന്നെ കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ നിയമം കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി കേരള മോട്ടോർ വെഹിക്കിൾ റൂൾ ഉണ്ട്. ഈ കേരള മോട്ടോർ വെഹിക്കിൾ റൂൾ 1989 എന്താണ്? 4 മുതൽ 46 വരെയുള്ള സെക്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. അതായത് നമ്മളിതാ ഈ ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മുടെ ഒന്നാമത്തെ മൊഡ്യൂളിൽ ടോട്ടൽ എത്ര മാർക്കാണ്? 5 മാർക്കാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഈ 5 മാർക്കിന് വേണ്ടി നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. അതിൽ 5 മാർക്കിന് വേണ്ടി പഠിക്കേണ്ട കാര്യങ്ങൾ ആദ്യം പറഞ്ഞത് എന്തിനെ പറ്റിയാ? കുറച്ച് ഈ മോട്ടോർ വെഹിക്കിൾ ആക്ടിലും CMVRലും കേരള മോട്ടോർ വെഹിക്കിളിലുമായിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ ഡെഫിനിഷനാണ്. കുറച്ച് കാര്യങ്ങളെന്ന് പറയുമ്പോൾ അതിനകത്ത് ഇതാ ആർട്ടിക്കുലേറ്റഡ് വാഹനങ്ങളെന്നും സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്നും ഗോൾഡൻ അവർ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയ കാര്യങ്ങളുടെ ഡെഫിനിഷൻസിനെ പറ്റി പറയുന്നു. രണ്ടാമത് പറഞ്ഞത് ഈ പറഞ്ഞിരിക്കുന്ന വാഹനങ്ങളുടെ കാറ്റഗറി അല്ലെങ്കിൽ അതിന്റെ വിഭാഗത്തെ പറ്റിയാണ്. ആ വിഭാഗത്തിന്റെ ഡെഫിനിഷൻസിനെ പറ്റി പറയുന്നു. അതിന് 1 മാർക്ക്. അങ്ങനെ 2 മാർക്ക്. പിന്നെ പറഞ്ഞത് എന്തിനെ പറ്റിയാ? മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 എന്താ അതിൻ്റെ 3 മുതൽ 23 വരെയുള്ള സെക്ഷനെ പറ്റി പ്രതിപാദിക്കുന്നു. അടുത്ത പറഞ്ഞത് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ 1989 റൂള് 3 മുതൽ 32 വരെയുള്ള കാര്യങ്ങളെ പറ്റിയും, അതുപോലെ തന്നെ കേരള മോട്ടോർ വെഹിക്കിൾ റൂൾ 1989 റൂള് 4 മുതൽ 46 വരെയുള്ള കാര്യങ്ങളുമാണ് ആദ്യത്തെ മൊഡ്യൂളിൽ നമുക്ക് പരിചയപ്പെടേണ്ടത്. അപ്പോൾ ഇനി അടുത്ത പറയാനുള്ളത് മൊഡ്യൂൾ 2 പറ്റിയാണ്. മൊഡ്യൂൾ 2 പറയുന്നത് ഡ്രൈവർ ബാഡ്ജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും അതുപോലെ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 ബന്ധപ്പെട്ട കാര്യമാണ്. അതിനകത്ത് പറയുന്ന എത്രയാണെന്ന് വെച്ചാൽ ഈ രണ്ടും കൂടി ചേർത്തിട്ട് ആകെ 5 മാർക്കാണ്. ഈ 5 മാർക്കിനകത്ത് പറയുന്നതിൽ ആദ്യത്തത് എന്തിനെ പറ്റിയാ? അതിൽ 2 മാർക്കിനെ പറ്റി പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഡ്രൈവർ ബാഡ്ജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് എന്താണ് ഒരു പബ്ലിക് സർവീസ് വാഹനം, അതുപോലെ തന്നെ എന്താണ് പബ്ലിക് സർവീസ് വാഹനത്തിന്റെ വാലിഡിറ്റി എത്രയാണ്, അതിന്റെ പെർമിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ഓരോ വാഹനത്തിനും എന്തെങ്കിലും പ്രത്യേകതരം പെർമിറ്റ് നൽകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി പറയുന്നു. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് നോക്കൂ, അതിൻ്റെ വാലിഡിറ്റി, ആ വാഹനത്തിൻ്റെ വാലിഡിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഫിറ്റ്നസ് എത്രയാണ്, അതുപോലെ അതിൻ്റെ ഏജ്, സീറ്റിംഗ് കപ്പാസിറ്റി തുടങ്ങിയ കാര്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഈ പറഞ്ഞ മൊഡ്യൂളിലെ കാര്യം എത്ര മാർക്കാണ് എന്ന് ചോദിച്ചാൽ അത് 2 മാർക്കാണ്. ഇനി ബാലൻസ് 3 മാർക്ക് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. അല്ലെങ്കിൽ 2017 ഒരു മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ വരുന്നു. ആ റെഗുലേഷനിൽ നമുക്ക് ഏകദേശം 3 മുതൽ 40 വരെയുള്ള റെഗുലേഷൻസ് ആണ് പഠിക്കാനുള്ളത്. 3 മുതൽ 40 വരെയുള്ള റെഗുലേഷൻസ്. ഈ 2 മാർക്ക് കഴിഞ്ഞാൽ ബാക്കി 3 മാർക്ക് ഈ 3 മുതൽ 40 വരെയുള്ള മോട്ടോർ ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കും. അപ്പം നമ്മൾ മൊഡ്യൂൾ 1 5 മാർക്കിന്റെ കാര്യം പറഞ്ഞു, മൊഡ്യൂൾ 2 5 മാർക്കിന്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് മൊഡ്യൂൾ 3 ആണ്. എന്താണ് മൊഡ്യൂൾ 3 പറയുന്നത്? ബേസിക് നോളജ് ഓൺ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വിത്ത് ദ റെസ്പെക്ട് ഓഫ് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ 1989 റൂള് 31 ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട നോളജ് എത്ര മാർക്കിന് ചോദിക്കും? 5 മാർക്കിന് ചോദിക്കും മൊഡ്യൂൾ 3. ഓക്കെ, ദ CMVR 1989 റൂള് 31A എന്തിനെ പറ്റിയൊക്കെ? ഡ്രൈവിംഗ് തിയറി, അതുപോലെ ഫുഡ്, ഹാൻഡ് ആൻഡ് അതർ കൺട്രോൾസ്, അതായത് നമ്മുടെ വാഹനം ഓടിക്കുമ്പോൾ കൈകൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ, കാലുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് പറയുന്നത്. ഇനി നമ്മൾ പ്രീ ഡ്രൈവിംഗ് ചെക്ക്, അതായത് ഒരു വാഹനം എടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ബിഗിനിങ് ടു ഡ്രൈവ്, നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത്, അതുപോലെ വാഹനം എടുക്കുന്നതിന് മുമ്പ്, വാഹനം ഓടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വാഹനം ഓടിച്ചു കൊണ്ടേയിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ റോഡിൽ ശ്രദ്ധിക്കേണ്ട, ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് റോഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ ഇന്റർസെക്ഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റിവേഴ്സ് സമയത്ത് കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പാർക്കിംഗ് സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ സെക്ഷനിൽ പറയുന്നത്. ഇത് നിങ്ങൾ ഒരു കാര്യം, ഈ ഒരു ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ 3ാമത്തെ മൊഡ്യൂൾ പഠിക്കുന്ന സമയത്ത്
നിങ്ങൾ ഇനി ഭാവിയിൽ അല്ലെങ്കിൽ ഈ എക്സാം എഴുതിയതിനു ശേഷം നിങ്ങൾ എന്തിനു പോവേണ്ടതാണ്? ഈ പറഞ്ഞിരിക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായിരിക്കണം ആ ഡ്രൈവിംഗ് ടെസ്റ്റിൽ നിങ്ങൾ പ്രാക്ടിക്കലി അവിടെ എന്ത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഓർക്കുക. ശരി, ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഒരു ഡ്രൈവറിന് വേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് നമ്മൾ റോഡിൽ പ്രയോറിറ്റി അല്ലെങ്കിൽ മുൻഗണന കൊടുക്കേണ്ടത്, അതുപോലെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കൺട്രോൾസ്, അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റ്, ആൻറ്റിസിപ്പേഷൻ, നമ്മൾ മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ടത്, അതുപോലെ എന്താണ് ഹിൽ ഡ്രൈവിംഗ്, ക്രോസ് കൺട്രി വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ. അതിനോടൊപ്പം ഒരു ക്വാളിറ്റി ഓഫ് ഡ്രൈവർ ആരാണ്, അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തമുള്ള ഡ്രൈവർ ആരാണ്, അയാൾ എന്തൊക്കെ കടമകളാണ് ചെയ്യേണ്ടത്, അതുപോലെ നമ്മൾ എങ്ങനെയായിരിക്കണം സ്റ്റിയറിംഗ് പിടിക്കേണ്ടത്, എന്താണ് MSM PSL, ഇതൊക്കെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എമർജൻസി സ്റ്റോപ്പിംഗ് എന്താണ്, അതുപോലെ തന്നെ എൻജിൻ ബ്രേക്ക് എത്ര ടൈപ്സ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെയാണ്. ഇനി അടുത്ത പറയാനുള്ളത് നാലാമത്തെ മൊഡ്യൂളാണ്, അല്ലെങ്കിൽ നാലാമത്തെ മുഴുവൻ 6 മൊഡ്യൂളായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ 30 മാർക്കിനെ. അതിൽ നാലാമത്തെ മൊഡ്യൂൾ എന്താണെന്ന് ചോദിച്ചാൽ ഒഫൻസ് ആണ്. മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 പറഞ്ഞിരിക്കുന്ന ആ ഒഫൻസും ആ ഒഫൻസുമായി ബന്ധപ്പെട്ട സെക്ഷൻസുമാണ് നമുക്ക് നാലാമത്തെ മൊഡ്യൂളിൽ പറയാനുള്ളത്. MV ആക്ട് 1988 സെക്ഷൻ 112 എന്താണ് എന്നുള്ള കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ലിമിറ്റ് ഓഫ് സ്പീഡ് ഇൻ വേരിയസ് റോഡ് ആൻഡ് പെർ ലാസ്റ്റ് ഗവൺമെന്റ് ഓർഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഗവൺമെന്റ് ഓർഡർ, അവസാനമായി വന്ന ഗവൺമെന്റ് ഓർഡറിൽ നമ്മുടെ റോഡുകളിൽ ഓരോ വാഹനവും എത്ര വേഗതയിലാണ് പോകേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ വേഗതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ നാലാമത്തെ മൊഡ്യൂളിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് 113, 114, 115 എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെക്ഷൻ 130 മുതൽ 34 വരെ എന്തിനകത്താണ് ഈ സെക്ഷനൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചാൽ MV ആക്ട് 1988 ഈ പറഞ്ഞിരിക്കുന്ന സെക്ഷനൊക്കെ പറയുന്നത്. അടുത്ത നോക്കൂ, ഈ നമ്മൾ എടുക്കേണ്ട പ്രിക്വേഷൻസ്, അല്ലെങ്കിൽ എന്തൊക്കെ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ നമ്മളൊരു ആക്സിഡന്റ് നടന്നാൽ എന്തൊക്കെ ഡ്യൂട്ടിയാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സെക്ഷനൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന നാലാമത്തെ മൊഡ്യൂളിൽ പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ 177 മുതൽ 201 വരെയുള്ള ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ജനറൽ ഒഫൻസസും അതുപോലെ അതിൻ്റെ പെനാൽറ്റീസുമാണ് ഏതിൽ പറയുന്നത്, ഈ 177 മുതൽ 201 വരെ ഉള്ള കാര്യങ്ങൾ പറയുന്നത്. എന്താണ് പെനാൽറ്റി ഫോർ ദ വയലേഷൻ ഓഫ് മോട്ടോർ വെഹിക്കിൾ റെഗുലേഷൻ 2017 എന്തൊക്കെയാണ് മിനിമം ഫൈൻ ബൈ കോർട്ടും, അല്ലെങ്കിൽ മറ്റ് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ വാഹനം ഓടിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കുന്നത്, ഫൈൻ അല്ലെങ്കിൽ പെനാൽറ്റി ലഭിക്കുന്നത്, അത് നമ്മൾ എത്ര രൂപയാണ് അടയ്ക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര മാസത്തേക്കാണ് നമുക്ക് ശിക്ഷ ലഭിക്കുന്നത്, നമ്മുടെ ലൈസൻസിന് അയോഗ്യത വരുത്തുന്നു, അല്ലെങ്കിൽ അതുപോലെയുള്ള തുടങ്ങിയ എന്തൊക്കെയൊക്കെ ഒഫൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജുവനൈലിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഈ പ്രായത്തിലുള്ള ആൾ ഇത് ചെയ്താലുള്ള കാര്യം തുടങ്ങി നമ്മൾ വാഹനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വാഹനം റോഡിൽ ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ടോ ഉള്ള ഒഫൻസുകളെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന 177 മുതൽ 201 വരെയുള്ള സെക്ഷനിൽ പറയുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കും. ഓക്കെ ആണോ? ഇനി പറയാനുള്ളത് നമുക്ക് മൊഡ്യൂൾ 5 ആണ്. എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഗുഡ് സമരിറ്റനെ പറ്റിയാണ് പറയുന്നത്. ഈ ഗുഡ് സമരിറ്റൻ എന്ന് പറഞ്ഞ ആരാണ്, അല്ലെങ്കിൽ എന്ത് പ്രവർത്തി ചെയ്യുന്ന ആളിനെയാണ് ഗുഡ് സമരിറ്റൻ എന്ന് വിളിക്കുന്നത്, അയാൾക്ക് എന്തൊക്കെ പരിഗണനയാണ് കൊടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്. ആ ഗുഡ് സമരിറ്റനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എല്ലാം കൂടി ചേർത്തിട്ട് എത്ര മാർക്കാണ് എന്ന് ചോദിച്ചാൽ 5 മാർക്കാണ് നമുക്ക് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. നോക്കൂ, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂള് 1989 റൂള് 168 എക്സാമിനേഷൻ ഓഫ് ഗുഡ് സമരിറ്റൻ ആണ്. അതുപോലെ തന്നെ അതായത് ഒരു ഗുഡ് സമരിറ്റനെ നമ്മൾ എക്സാം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, MV ആക്ട് 1988 സെക്ഷൻ 206 207 അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന CMVR റൂൾ 1989 ഗുഡ് സമരിറ്റനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ ഗുഡ് സമരിറ്റന്റെ റൂളിനെ പറ്റി അല്ലെങ്കിൽ ഗുഡ് സമരിറ്റനെ എക്സാമിനേഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ എത്രയാണ് എന്ന് വെച്ചാൽ 2 മാർക്കിനാണ് ചോദിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ സെക്ഷൻ 206 207 അതുപോലെ എന്താണ് CMVR റൂള് 1989 138 മുതൽ 167 വരെയുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്.
ഓക്കെ, അപ്പം ഇനി അടുത്ത് പറയാനുള്ളത് എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് ലൈസൻസ് ആൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ, അതുപോലെ ഡോക്യുമെന്റ്സിന്റെ കാര്യം, ആ ഡോക്യുമെന്റ്സിന്റെ ഇലക്ട്രോണിക് ഫോംസിന്റെ കാര്യം, ഈ ചെല്ലാനുമായി ബന്ധപ്പെട്ട പേയ്മെന്റ്, ഇതൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന മൊഡ്യൂൾ 5 പറയാനുള്ളത്. ഈ മൊഡ്യൂൾ 5 രണ്ടായിട്ടാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. 2 മാർക്കിനും 3 മാർക്കും, അങ്ങനെ ടോട്ടൽ 5 മാർക്കാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റത്തെ മൊഡ്യൂളാണ് പറയാനുള്ളത്. അതായത് എന്താ ലാസ്റ്റത്തെ മൊഡ്യൂളിനകത്ത് പറയുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 ഓരോ ചാപ്റ്റർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അതിൽ ചാപ്റ്റർ 5 പാർട്ട് 3 എന്താ? കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് മോട്ടോർ വെഹിക്കിൾ, നമ്മുടെ വാഹനങ്ങളുടെ മെയിൻ്റനൻസിനെ പറ്റിയും ആ മെയിൻ്റനൻസിന്റെ കൺസ്ട്രക്ഷനെ പറ്റിയും അല്ലെങ്കിൽ ആ എക്യുപ്മെന്റിന്റെ കൺസ്ട്രക്ഷനെ പറ്റിയൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതായത് ഹെഡിങ് വിത്ത് സേഫ്റ്റി ഡിവൈസസ് ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻ, CMVR റൂൾ 177 മുതൽ 37 വരെയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കും. അതിനകത്ത് നമ്മുടെ വാഹനങ്ങളിൽ വരുന്ന എക്യുപ്മെൻറ്റ്സിനെ പറ്റിയാണ് പ്രധാനമായും പറയുന്നത്. സ്പീഡോമീറ്റർ, അതുപോലെ സ്പീഡ് ഗവർണർ, ഹോൺ, സൈലൻസർ, പെയിൻറ്, മോട്ടോർ വെഹിക്കിളിൽ ഓരോ ഭാഗങ്ങളും എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഏത് ISI മാർക്കിലുള്ളതായിരിക്കണം, അത് എത്രത്തോളം എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന സേഫ്റ്റി ഡിവൈസ് ഇൻ മോട്ടോർ സൈക്കിൾ, അതുപോലെ സീറ്റ് ബെൽറ്റിൻ്റെ കാര്യം, കൊളാപ്സബിൾ സ്റ്റിയറിംഗ് കോളത്തിൻ്റെ കാര്യം, സേഫ്റ്റി ബെൽറ്റ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് മറ്റു വാഹനങ്ങളിൽ നമുക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതായത് നമ്മുടെ സുരക്ഷയെ കുറച്ചും കൂടി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. അത് ഏകദേശം റൂൾ 123 മുതൽ 125L വരെയുള്ള കാര്യങ്ങളിൽ പറയുന്നുണ്ട്. അതുപോലെ അടുത്ത പറയാനുള്ളത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് ഡേഞ്ചറസ് ആൻഡ് ഓർ ഹസാഡസ് നേച്ചർ, അതായത് അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഈ ഒരു സെക്ഷനിൽ പറയുന്നുണ്ട്. അത് ഹ്യൂമൻ ലൈഫിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നും അങ്ങനെ ബാധിക്കാതിരിക്കുക എന്തൊക്കെ കാര്യങ്ങൾ, അതായത് നമ്മൾ സ്പാർക്ക് അറസ്റ്റർ വയ്ക്കുന്ന കാര്യം, അതുപോലെ തന്നെ എന്താണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം ഡിസ്പ്ലേ ചെയ്യണം, അതുപോലെ എമർജൻസി ഇൻഫർമേഷൻ പാനൽസ് ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻ ആർക്ക്? ഡ്രൈവറിനും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും അതുപോലെ ഇതിൻ്റെ ഉടമയ്ക്കൊക്കെ കൊടുക്കേണ്ടതുമായി ബന്ധപ്പെട്ട റൂളാണ് 129 മുതൽ 136 വരെ നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പറയാനായിട്ടുള്ളത്. ഓക്കെയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ്, അതായത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന മൊഡ്യൂൾ 1 മുതൽ എത്ര വരെയാണ്? 6 വരെയാണ് നമുക്ക് ഏകദേശം 30 മാർക്കിന് പറയുന്നത്. ഓരോ മൊഡ്യൂളും എത്ര മാർക്ക് വെച്ചാണ് എന്ന് ചോദിച്ചാൽ ഓരോ മൊഡ്യൂളും 5 മാർക്ക് വെച്ചാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഈ 1988 മോട്ടോർ വെഹിക്കിൾ ആക്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി 1989 ഈ പറഞ്ഞിരിക്കുന്ന റൂൾസ് കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ ഇപ്പം ഞാൻ ഈ ഒരു സിലബസ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് നിങ്ങളടുത്ത് ഞാൻ ഇടയ്ക്ക് മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്നും ചില സമയങ്ങളിൽ മോട്ടോർ വെഹിക്കിൾ റൂൾ എന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പം ഈ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന സെക്ഷൻസും മറ്റതിൽ റൂളുമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതായത് ഈ സെക്ഷൻ പ്രകാരം നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ് ഏതിൽ വന്നിട്ടുള്ളത്? റൂളിൽ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വേണം ഈ പറഞ്ഞിരിക്കുന്ന സിലബസ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. ഈ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ നമ്മൾ വഴി എന്ത് ചെയ്യുന്നതാണ്? നൽകുന്നതാണ്. അപ്പം എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.